കേന്ദ്രത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹാപ്പി തിയേറ്റർ അവതരിപ്പിക്കുന്ന നാടകം 1000 ചന്ദ്രന്മാർ. ജെയിംസ് തർബറുടെ മെനി മൂൺസ് എന്ന പ്രസിദ്ധമായ ബാലകഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരമാണ് 1000 ചന്ദ്രന്മാർ. ഇത് ഹാപ്പി തിയേറ്ററിന്റെ രണ്ടാമത്തെ നാടകമാണ്. 15 മിനിറ്റാണ് നാടക ദൈർഘ്യം. 1000 ചന്ദ്രന്മാർ തുടങ്ങുന്നു. മറ്റൊന്നും വൈദ്യശാസ്ത്രത്തിലില്ല. കുമാരിക്കും തിരുമനസിലും നല്ലതായിരുന്നു. എന്താണ് വേണ്ടത്? അച്ഛനോട് പറയും. അച്ഛൻ സാധിച്ചു തരും. എനിക്ക് രത്നങ്ങൾ വേണ്ട, സ്വർണം വേണ്ട, മുത്തുവള മെഴുക്കുൽസും വേണ്ട, കളിപ്പാട്ടും കാവലും വേണ്ട. വേണ്ടത് രാത്രി ആകാശത്ത് നിന്ന് താഴോട്ട് നോക്കുന്ന ചന്ദ്രൻ, ചന്ദന കിണ്ണം മടക്കായൽ വീണേ കുഞ്ഞിലും കയ്യിൽ വെള്ളി കോരിയെടുക്കാൻ വാ. അമ്മേ, എനിക്ക് ചന്ദ്രനെ വേണം. അച്ഛൻ, എനിക്ക് വേറെ ഒന്നും വേണ്ട. അമ്പലമാവിന് കിട്ടിക്കഴിക്കുമ്പോ വിളിക്കണേ. പ്രിയമുള്ളവരെ, ഏത് പ്രതിസന്ധിയിലും നമുക്ക് ഉപദേശം തരുന്നവരെ ഉടനെ ആകാശങ്ങൾ കണ്ടെത്തി ഭൂമിയെ കൊണ്ടത് കുമാരിക്ക് നൽകണം. എങ്ങനെ കുമാരിയുടെ അസുഖം ഭേദമാകും? ചന്ദ്രൻ? അതെ, ചന്ദ്രൻ. എന്താ താങ്കൾ സംശയമുണ്ടോ? ആ ചന്ദ്രനെ അവിടെ നിന്ന് ഇവിടെ എത്തിക്കണം, കുമാരിയുടെ അടുത്ത്. അതെ, ചന്ദ്രൻ. പനിമതി, ശശി, സോമൻ, ചന്ദ്രൻ. താങ്കൾക്ക് മനസ്സിലായോ? തിരുമനസേ, എത്ര എത്ര മഹാകാര്യങ്ങൾ ഞാൻ ഉണ്ണിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അവർ ദൂരെ ദൂരെ നിന്ന് മാറി മുമ്പ് കരടുകൾ, മാണിക്യം ഒക്കെ ഞാൻ കൊണ്ടുവന്നില്ലേ. കറുത്ത റോസാപ്പൂവ്, മഞ്ഞ നിറമുള്ള ആന, നീലനിറത്തിലുള്ള കോഴി. പിന്നെ ഞാൻ മറന്നു. വേണ്ട, കണക്കോട്ട് ഒന്ന് പിടിച്ച്.
ഉറപ്പുണ്ട്. എത്ര എത്ര മായാജാലികൾ ഞാൻ തിരുമുമ്പിൽ കാണിച്ചു. അസാധ്യമായ എത്ര കാര്യങ്ങൾ. തിരുമേനിയുടെ കീശയിൽ നിന്ന് മുയൽ, ചെരുപ്പിൽ നിന്ന് പട്ടിക്കുട്ടി, കുമ്പളങ്ങിൽ നിന്ന് ചോര, ചത്ത ഒഴിഞ്ഞ ഭർപ്പിച്ചില്ലേ, മുറിച്ച വടികൾ കൂടിയില്ലേ, കഴുത്തിന്റെ കണ്ണ്, മൂങ്ങിയുടെ മൂള്, മാന്ത്രിക കുപ്പായം, മന്ത്രവടി, എന്തെല്ലാം എന്തെല്ലാം കൊണ്ടുവന്നു. ഏതെല്ലാം ഏതെല്ലാം കൊണ്ടുവന്നു. എന്തെല്ലാം എന്തെല്ലാം കൊണ്ടുവന്നു. ഏതെല്ലാം ഏതെല്ലാം കൊണ്ടുവന്നു. ഒക്കെ സമ്മതിച്ചു. വേഗം ചന്ദ്രനെ കൊണ്ടുവരൂ. കുമാരിയുടെ അവസ്ഥ കണ്ടില്ലേ? അവിടുന്ന് പോയിട്ടില്ല. പക്ഷേ ഒരു മന്ത്രവിദ്യയ്ക്കും ചന്ദ്രനെ താഴെ കൊണ്ടുവരാൻ കഴിയില്ല. കഴിയില്ല തിരുമനസ്, കഴിയില്ല. കാരണം ചന്ദ്രൻ 1,00,000 മൈൽ അകലെയാണ്. അതെ, 1,00,000 മൈൽ അകലെയാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇളം പച്ച നിറമുള്ള പാൽക്കട്ടി കൊണ്ടാണ്. അതെ, പാൽക്കട്ടി കൊണ്ടാണ്. അതിന് 4 കൊട്ടാരത്തിന്റെ വലിപ്പമുണ്ട്. അതെ, 4 കൊട്ടാരത്തിന്റെ വലിപ്പമുണ്ട്. അസാധ്യമാണ് തിരുമനസ്, അസാധ്യമാണ്. എന്ത് മഹാമാതൃക നിങ്ങൾക്ക് കഴിയില്ലെന്നോ? തിരുമനസ്, ഈ പുസ്തകത്തിൽ നിന്ന് എനിക്ക് പുതിയൊരു ആശയം കിട്ടിയിട്ടുണ്ട്. എന്താ? ചന്ദ്രനിടന്നും 300,000 മൈൽ അകലെയാണ്. അതിന്റെ ആകൃതി വൃത്തമാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് കട്ടിയുള്ള സ്റ്റീലും കൊണ്ടാണ്. അത് താഴേക്ക് വീണു പോകാതിരിക്കാൻ ആകാശത്തിൽ സിമന്റ് വെച്ച് തേച്ച് വെച്ചിരിക്കുകയാണ്. അതിന് നമ്മുടെ ഈ രാജ്യത്തിന് 4 ഇരട്ടി വലുപ്പമുണ്ട്. അതുകൊണ്ട് സാധ്യമല്ല തിരുമനസ്, സാധ്യമല്ല. എല്ലാവരും കടന്നു. നമുക്ക് ആരെയും കാണണ്ട. തിരുമനസേ, കുമാരിയുടെ അവസ്ഥ അങ്ങനെ തന്നെ. ഒരു ഭൂമിയും കാണുന്നില്ലല്ലോ. ഈശ്വരൻ കൈ വിടില്ല തിരുമനസേ. മ്യൂസിക്. തിരുമനസ്, അടിയനെല്ലാം ചെയ്യാനാകുമോ? ആർക്കും നമ്മെ സഹായിക്കാനാവില്ല. എല്ലാവരും ചന്ദ്രനൊക്കെ ദൂരെ ദൂരെയാണ്. ഭൂമിയിലേക്ക് ഒരു സാധ്യമല്ലെന്നാണ്. അവർ പറഞ്ഞത് ശരിയാണ് തിരുമനസ്. ആകാശത്ത് നിൽക്കുന്ന ചന്ദ്രനെ ആർക്കും ഭൂമിയിൽ കൊണ്ടുവരാനാവില്ല. അപ്പോഴൊരു ചാന്ദിനി. തിരുമനസ്, അടിയനും ശ്രമിക്കട്ടെ. ശരിയാണ് തിരുമനസേ, ദൂഷകനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ശാന്തിയുമായി ചന്ദ്രനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് കേട്ടു നോക്കട്ടെ. അവ ചന്ദ്രനെ കിട്ടിയോ? ഇല്ല, പക്ഷെ ഉടനെ കിട്ടും. ചാന്ദിനിമാരി, ചന്ദ്രൻ എങ്ങനെ ഇരിക്കും? ചെറുതാണ്, വട്ടത്തിലാണ്. എന്റെ തള്ള വരലിന്റെ നഖത്തിന്റെ അത്രയും. എന്റെ വിരലിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രനെ കാണില്ല. ചന്ദ്രൻ എത്ര ദൂരത്താണ്? ഓ എന്റെ അമ്മവ, ആ ജനലിൽ കൂടെ കാണുന്ന മരമില്ലേ, ചെമ്പകം, അതിന്റെ തുമ്പത്താണ് എന്നും കാണുന്നത്. ഓ, അമ്മാനറിയില്ലായിരുന്നു. ചാന്ദിനിമാരി, ചന്ദ്രൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഈ അമ്മാവന്റെ ഒരു കാര്യം, സ്വർണം കൊണ്ട്. സ്വർണ്ണ ചന്ദ്രനെ ഇത്ര വലിപ്പമുള്ളത് അമ്മ വിളിച്ചുകൊണ്ടൊന്ന് കുഞ്ഞ് പതക്കം ഉണ്ടാക്കി ചാന്ദിനിമാരിയുടെ കഴുത്തിലണിയിക്കും ഇന്ന് തന്നെ. വിദൂഷകൻ കൊട്ടാരം തട്ടാനെ കണ്ടു. ചാന്ദിനി രാജകുമാരിയുടെ നഖത്തിന്റെ വലിപ്പത്തിൽ സ്വർണം കൊണ്ട് ഒരു കുഞ്ഞു ചന്ദ്രനെ ഉണ്ടാക്കി കുമാരിയുടെ കഴുത്തിൽ അണിയിച്ചു. കുമാരി കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. കൂട്ടുകാരോടൊപ്പം കളിച്ചു രസിച്ചു. നമുക്ക് നല്ല
ഒറ്റക്കിളി പോകും നേരം മഞ്ഞളി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. ദോഷകന്റെ സൂത്രപ്പാടും കൊണ്ട് കുമാരി കിടക്കിൽ എണീറ്റു. അത് സൂത്രപ്പണിയൊന്നും അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും ബുദ്ധിയാണ് വിദൂഷ പ്രയോഗിച്ചത്. ശരി, സമ്മതിച്ചു. പക്ഷേ ഇന്ന് രാത്രി ആകാശത്തിൽ ചന്ദ്രൻ ഉയരുമ്പോൾ ദോഷകൻ കുമാരനോട് എന്തോ പറയും. ഈശ്വര, എന്തൊരു പരീക്ഷണം! എന്തെങ്കിലും കോമഡി കണ്ടുപിടിച്ച് സ്വഭാവങ്ങളെ പെട്ടെന്നാവട്ടെ. കുമാരി വീണ്ടും കിടപ്പിലാവും. മന്ത്രി എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിർദ്ദേശിക്കാനുള്ള കോമഡി രാത്രിയിൽ ചാന്ദിനി രാജകുമാരൻ കട്ടിയുള്ള കറുത്ത കണ്ണട ധരിക്കട്ടെ എന്നാണ്. അപ്പോൾ ആകാശത്ത് നിൽക്കുന്ന ചന്ദ്രനെ കുമാരിക്ക് കാണാനാവില്ല. എങ്ങനെയുണ്ട്? നടപ്പില്ല. കറുത്ത കണ്ണട വെച്ച് കുമാരി എവിടെയും തട്ടി തടഞ്ഞ് വീഴില്ലേ? അവൻ വീണ്ടും കിടപ്പിലാവില്ലേ? എനിക്കൊരു ഗംഭീര കോമഡി പറയാനുണ്ട്. 4 വലിയ തൂണുകളിൽ കറുത്ത തിരശ്ശീല തൂക്കി കൊട്ടാരം മൂടുക. ഒരു സർക്കസ് കൂടാരം പോലെ. അതെ, ഒരു സർക്കസ് കൂടാരം പോലെ. എന്തൊരു മണ്ട ഉപദേശമാണത്. ശുദ്ധമായി കിട്ടുന്ന കുമാരി വീണ്ടും രോഗിയാവില്ലേ? എനിക്ക് വേറെ ഒരു ആശയമുണ്ട്. രാത്രി വെടിക്കെട്ടും മാതാവുമായി നമുക്കൊരു പൂരം തീർക്കാം. അപ്പോൾ ആ പ്രകാശത്തിൽ ചന്ദ്രനെ കാണാനാവില്ല. എങ്ങനെയുണ്ട്? ഈ വെടിക്കണ്ട പൂരം കുമാരി ഉറങ്ങാൻ സമ്മതിക്കോ? അവൻ വീണ്ടും കിടപ്പിലാവില്ലേ? പല ആകാശത്തെ ചന്ദ്രൻ ഉയർന്നു കഴിഞ്ഞു. നമ്മളിനി എന്ത് ചെയ്യും? കുമാരി ഇത് കണ്ടാൽ എന്താ ഉണ്ടാവാ? ബുദ്ധിമാനായ വിദൂഷകന്റെ കയ്യിൽ വല്ല കോമഡി കാണാം. ഞാൻ ചോദിച്ചു നോക്ക്. ഞാൻ പോയി കുമാരിയെ വിളിച്ചുകൊണ്ട് വരാം. ചാന്ദിനിമാരി, അത് കണ്ടോ? ചന്ദ്രൻ. അതേ, ചന്ദ്രൻ നിലാവ് വഴി നിൽക്കുന്നു. പക്ഷേ ചന്ദ്രൻ